Hello and welcome to EC Learn 365 ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ക്ലാസ്സസ്. കഴിഞ്ഞ സെഷൻസിലായിട്ട് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ സെഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ അത് കണ്ടതിന് ശേഷം ഈ സെഷനിലേക്ക് വരാം. ഇന്നത്തെ പാർട്ട് 1 നമ്മൾ എന്താണ് സെൻട്രൽ ബാങ്ക് എന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതാണെന്നും ആണ് പരിചയപ്പെടുന്നത്. ഫങ്ഷൻസും മറ്റ് വിശദാംശങ്ങളും മറ്റ് സെഷൻസിൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. സോ വിൽ മൂവ് ടു ദി ഫസ്റ്റ് സ്ലൈഡ്. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഈസ് ആൻ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. എല്ലാ രാജ്യത്തും എല്ലാ ബാങ്കുകളുടെയും ഒരു അപ്പെക്സ് ബാങ്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുൻനിര ബാങ്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ബാങ്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് എല്ലാ രാജ്യത്തിനും സെൻട്രൽ ബാങ്ക് സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ RBI ആണ് നമ്മൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മൾ സെൻട്രൽ ബാങ്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. USA വരികയാണെങ്കിൽ ഫെഡറൽ റിസർവിനെയാണ് നമ്മൾ അവിടുത്തെ സെൻട്രൽ ബാങ്കായിട്ട് പറയുന്നത്. UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടുമായിട്ട് നമുക്ക് ധാരാളം ബന്ധമുണ്ട്. നമ്മുടെ RBIയുടെ സിസ്റ്റംസ് പൊതുവേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെല്ലാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടാണ്. സ്വിറ്റ്സർലാൻഡിൽ നോക്കിയാൽ സ്വിസ് നാഷണൽ ബാങ്ക് ആണ്. നമ്മുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള ചൈനയിൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണ്. മറ്റൊരു നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള പാകിസ്ഥാനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ്. ഇങ്ങനെ എല്ലാ രാജ്യത്തിനും നമ്മൾ നോക്കിയാൽ ഒരു അപ്പെക്സ് സെൻട്രൽ ബാങ്ക്, അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം ഇറ്റ് ഈസ് നീഡഡ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ മോണിറ്ററി സിസ്റ്റം ഓഫ് ആൻ എക്കോണമി. നമ്മുടെ രാജ്യത്തിൻ്റെ മോണിറ്ററി സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ നിലയിൽ അതിനെ ഉപയോഗിക്കുക, അതുപോലെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. ആവശ്യമായ സമയത്ത് സ്ട്രിങ്ജൻ്റ് ആയ മെഷേഴ്സ് എടുത്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ, എക്കോണമിയെ നിലനിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യമാണ് സെൻട്രൽ ബാങ്കുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. The need for a central bank in India was felt during 18th century. 18ാം നൂറ്റാണ്ടിലാണ് ഒരു സെൻട്രൽ ബാങ്ക് ഇന്ത്യയിൽ ആവശ്യമായിട്ട് നമുക്ക് തോന്നിയത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ അല്ല, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കത് അങ്ങനെ ഒരു നീഡ് നമുക്ക് വന്നു. In 1933, the Round Table Conference also suggested to set up a central bank free from political influence. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോട് കൂടിയായിരുന്നു സെൻട്രൽ ബാങ്ക് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ ഓട്ടോണമസ് ആയിട്ടുള്ള എക്സ്പേർട്സ് മാത്രമുള്ളതായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് RBI എന്നല്ല സെൻട്രൽ ബാങ്കിനെ കൊണ്ടുവരണം എന്നുള്ള കോൺസെപ്റ്റാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ, വട്ടമേശ സമ്മേളനത്തിൽ ആലോചിക്കപ്പെടുകയും സജസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. Reserve Bank of India started work since 1st April 1935 in accordance with the provisions of the Reserve Bank of India Act 1934. ഈ ഡേറ്റുകൾക്ക് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. RBI എന്നാണ് നിലവിൽ വന്നത് എന്നതിനൊക്കെ സംബന്ധിച്ച്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ വന്നത്. The pattern of central bank in India was based on Bank of England. England has highly developed banking system in which the functioning of the central bank as a bankers bank and their regulation of money supply set the pattern. സ്വാഭാവികമായിട്ടും അന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഒരുവിധം റെയിൽവേ ആണെങ്കിലും മറ്റ് സിസ്റ്റംസ് ഒക്കെ ആണെങ്കിലും ഈവൻ നമ്മുടെ കോടതി നിയമ സംവിധാനങ്ങളാണെങ്കിലും ഭരണ സംവിധാനങ്ങളൊക്കെ ആണെങ്കിലും കുറേയൊക്കെ നമ്മൾ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ സിസ്റ്റവും നമ്മൾ അതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്. അതിൻ്റെ ഓർഗനൈസേഷനിലേക്ക് വന്നാൽ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും the affairs of the RBI are controlled by the Central Board of Directors consisting of the following members. RBI കൺട്രോൾ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഫിക്സഡ് ആണ്, അത് കൃത്യമായി അതിനകത്ത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, 1 ഗവർണർ ആൻഡ് നോട്ട് മോർ ദാൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ 5 years. 5 വർഷ കാലയളവിലേക്ക് ഒരു ഗവർണറെയും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെയും സെൻട്രൽ ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളുടെ ഇപ്പോഴത്തെ
ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് എന്നുള്ളത് ഒന്ന് ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കുറിക്കുക. കാരണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ന്യൂസുകളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ന്യൂസുകൾ RBI കുറിച്ച് കാണാൻ കഴിയും. കാരണം 2021 വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ് പോളിസി അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ബാങ്ക് പോളിസി അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് പോളിസി, മോണിറ്ററി പോളിസി അതൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ വാർത്തകളിൽ ഇന്നത്തെ ഗവർണർ ആരാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ന്യൂസുകളിൽ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ചാനൽസിലൊക്കെ സ്ക്രോൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആരാണ് നമ്മുടെ ഇന്ത്യയുടെ RBI ഗവർണർ എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. സോ അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. 2, 4 directors nominated by the central government, 1 each from local boards. The term of their office is related to their membership in the local boards. അപ്പോൾ ലോക്കൽ ബോർഡ്സ് അല്ലെങ്കിൽ മറ്റ് റീജിയണൽ ആയിട്ടുള്ള RBIയുടെ സിസ്റ്റത്തിൽ നിന്നും വരുന്നതായ 4 ഡയറക്ടേഴ്സിനെയും സെൻട്രൽ ഗവൺമെൻറ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. അവർ ലോക്കൽ ബോർഡുകളിൽ അവരെത്ര കാലം അവരുടെ കാലയളവ് ബാക്കിയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവർക്ക് RBIയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും മെമ്പർഷിപ്പിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 3 other directors nominated by the central government. മറ്റ് 3 പേരെ സെൻട്രൽ ഗവൺമെൻറ് വീണ്ടും നോമിനേറ്റ് ചെയ്യും. These directors hold office for 4 years and there is a provision in the act for their retirement by rotation. 4 വർഷത്തേക്കായിരിക്കും മാക്സിമം അവർക്ക് അതിനകത്ത് തുടരാനായിട്ട് സാധിക്കുക. 1 by 1 ആയിട്ട് അവർ റൊട്ടേഷനിൽ റിട്ടയർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുമിച്ച് എല്ലാവരും കൂടെ റിട്ടയർ ചെയ്യുന്ന സംവിധാനമല്ല എന്നുള്ളതാണ്. 1 ഗവൺമെൻറ് ഒഫീഷ്യൽ, അത് സ്വാഭാവികമായിട്ടും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറിയോ ആരെങ്കിലും ആയിരിക്കും അതിനകത്ത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് സ്വാഭാവികമായിട്ടും പോകുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ കൺസേൺസും കൂടെ അറിയിക്കുന്നതിന്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിലെ മെമ്പേഴ്സിനെല്ലാം തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ പൊതുവേ ഇതിൽ വരുന്ന ആളുകളെല്ലാം തന്നെ എക്സ്പേർട്സ് ആയതുകൊണ്ട് അവരുടെ ഒപ്പീനിയൻ വളരെ വിലപ്പെട്ടതായതുകൊണ്ടും ഗവൺമെൻറ് അവരുടെ ഒപ്പീനിയന് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് വിടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഫോളോ ചെയ്യപ്പെടുന്നത്. എന്താണ് സെൻട്രൽ ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്? എന്തുകൊണ്ടാണ് ഒരു സെൻട്രൽ ബാങ്ക് ഒരു രാജ്യത്ത് വേണ്ടത്? അതിൻ്റെ ആവശ്യകത എന്താണ് നോക്കാം. To maintain monetary stability so that the business and economic life can deliver welfare gains of a properly functioning mixed economy. നമ്മുടെ രാജ്യം ഒരു മിക്സഡ് എക്കോണമി ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ചില രാജ്യങ്ങൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, ചില രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്. നമ്മുടെ രാജ്യം മിക്സഡ് എക്കോണമിയാണ്. പക്ഷേ ഏത് രാജ്യത്താണെങ്കിലും ഏത് സിസ്റ്റത്തിലാണെങ്കിലും മോണിറ്ററി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിലും നമ്മുടെ എക്കണോമിക് ലൈഫ് സ്പാൻ വളരെയധികം ഉണ്ടാവണമെങ്കിലും നമ്മുടെ നോർമൽ ലിവിങ് അത് മാനേജ് ചെയ്യപ്പെടണമെങ്കിലും ഒക്കെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മോണിറ്ററി സ്റ്റെബിലിറ്റി. മോണിറ്ററി സ്റ്റെബിലിറ്റിയിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലെ സാധനങ്ങളുടെ വില, ഇൻഫ്ലേഷൻ റേറ്റ്, ഡീഫ്ലേഷൻ റേറ്റ് തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ധാരാളം കാര്യങ്ങളിൽ മോണിറ്ററി പോളിസിക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുമുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ RBIയുടെ മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യപ്പെടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞ CRR, SLR, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇത്തരം റേഷ്യോസ് അല്ലെങ്കിൽ ഇത്തരം റേറ്റുകൾ RBI ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണ് ഇന്ന് മോണിറ്ററി പോളിസിയിൽ. ഇതിനെല്ലാം തന്നെ ബാങ്കുകൾ വഴിയായിട്ട് ജനങ്ങളിലേക്ക് ഈ ഒരു പോളിസി നടപ്പിലാക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും അവരുടെ ബിസിനസ്സെയും അവരുടെ ജോലിയെയും ഒക്കെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് RBIക്ക് എടുക്കാനുള്ളത്. To maintain financial stability so that the monetary stability can be safely pursued and economic units can conduct their business with confidence. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ റിസർവുകൾ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അത് തകർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. എന്നാൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, നമുക്ക് ആവശ്യമായ റിസർവുകൾ വേണം, നമുക്ക് ആവശ്യമായ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം,
നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും പണലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഈ സാഹചര്യമാണ് ഇപ്പം നമ്മളുടെ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ആവശ്യം എത്രത്തോളമാണ്, അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ്സുകൾ തകർന്നു പോകുന്നത്, ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റി എങ്ങനെ ബാധിക്കുന്നു, ആളുകൾക്ക് ബൈ ചെയ്യാൻ കറൻസീസിൽ അവൈലബിൾ ആവാതിരിക്കുമ്പോൾ ആളുകൾ ബൈയിങ്ങിൽ നിന്ന് പിന്മാറി പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിന് വളരെയധികം നഷ്ടമുണ്ടാകുന്നു. ഈ ബിസിനസ് തകർന്നു കഴിയുമ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നികുതി വരുമാനത്തെ അത് ബാധിക്കുന്നു. അതുവഴി ഗവൺമെൻറ്റിൻ്റെ വരുമാനം നഷ്ടപ്പെടുന്നു. ഗവൺമെൻറ്റിന് യാതൊരു വെൽഫെയർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെയുള്ള കുറേ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് RBI ചെയ്യുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം. To maintain stable payment system so that the financial transaction can be safely and efficiently executed. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ പണ്ട് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു, പിന്നീട് നമ്മൾ കറൻസികളിലേക്ക് വന്നു. ഇന്ന് നമുക്കറിയാം ഡിജിറ്റൽ പേയ്മെൻറ്റ്സിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണെങ്കിലും കറൻസി പേയ്മെൻറ്റ്സ് ആണെങ്കിലും അത് ഏറ്റവും സ്റ്റേബിൾ ആൻഡ് അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നടക്കണം. കറൻസീസ് ആണെങ്കിൽ ഫേക്ക് കറൻസീസ് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം, കള്ളനോട്ടുകൾ അത് ഒഴിവാക്കപ്പെടണം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ കള്ളനോട്ടുകൾ പ്രചരിക്കപ്പെടുമ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വളരെ സ്മൂത്തും ചെയ്ത് നടപ്പിലാക്കപ്പെടണം. അതുകൊണ്ടാണ് നമുക്കിന്ന് ധാരാളം പേയ്മെൻറ്റ് ആപ്പുകളും പ്രത്യേകിച്ച് പേയ്മെൻറ്റ് ബാങ്കുകളും ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. പേയ്മെൻറ്റ് ഗേറ്റ് വേ വളരെ സ്മൂത്തും ചെയ്യുക. ആളുകൾക്ക് ഇന്ന് ഒരു ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ, ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ, ഒരു DTH റീചാർജ് ചെയ്യാൻ, ഒരു ഫിലിം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഒരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ഇന്ന് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പുകൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. സോ വി ഡോണ്ട് നീഡ് ടു ഗോ ടു എനി ഓഫീസസ് ഓർ ബ്രാഞ്ചസ് ഫോർ എനി കൈൻഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ സ്മൂത്തൻ ചെയ്ത് പോകുമ്പോൾ ഒരു രാജ്യം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും. എന്ന് മാത്രമല്ല ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ഒരു പ്രത്യേകത ട്രേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരാൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ട്രേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനും ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം ഉറപ്പാക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. To promote the development of financial infrastructure of markets and systems and to enable it to operate efficiently. ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഗവൺമെൻറ്റുകൾ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടെ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ഫിനാൻസിലേക്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമി, അല്ലെങ്കിൽ ക്യാഷ്ലെസ് എക്കോണമിയിലേക്കൊക്കെ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെൻറ്റ് സർവീസുകൾ ഇനേബിൾ ചെയ്യുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് 24 മണിക്കൂറും നമ്മുടെ വീടുകളിലിരുന്നോ ലോകത്ത് എവിടെ ഇരുന്നും വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, നമുക്ക് ആവശ്യമായ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ വീടുകളുടെ അടുത്ത് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആണ് RBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. To ensure that the credit allocation by the financial system broadly reflects the national economic priorities. രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയോറിറ്റീസിന്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ആർക്കാണോ നമ്മുടെ എക്കോണമിയിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത് എന്ന് ഗവൺമെൻറ്റുകൾ തീരുമാനിക്കപ്പെടുന്നത്, അവർക്ക് കൃത്യമായിട്ടും ആ പോളിസീസ് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ക്രെഡിറ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൗസിംഗ്. രാജ്യത്തെ എല്ലാവർക്കും വീട് ലഭിക്കുക എന്നുള്ളത് ഇന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹൗസിംഗ് പോളിസീസ് എല്ലാ ബാങ്കുകളിൽ കൂടെയും RBI നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ബഡ്ജറ്റുകളിലൂടെ ഹൗസിംഗ് പോളിസീസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് വീട് ലഭിക്കുന്നു, മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം, വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ലോണുകൾ, അങ്ങനെയുള്ള ക്രെഡിറ്റ് അലോക്കേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് എത്തിക്കുക. To regulate the overall volume of money and credit in the economy with a view to ensure reasonable degree of price stability. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രാജ്യത്തെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ അതിനെ പറയും. ഇൻഫ്ലേഷൻ നമുക്ക് കുറയ്ക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വോളിയൂം ഓഫ് മണിയുടെയും ക്രെഡിറ്റിൻ്റെയും റെഗുലേഷൻ. അത് ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ്, അതായത്
ആഡിക്വേറ്റ് ആയിട്ടുള്ള മണി സപ്ലൈയും ക്രെഡിറ്റ് സപ്ലൈയും ആണ് നമുക്കുള്ളതെങ്കിൽ ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ വളരെയധികം അധികമായിട്ടുള്ള സപ്ലൈ വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മണി സപ്ലൈ വർദ്ധിക്കുകയും നമ്മളുടെ പ്രൈസ് സ്റ്റെബിലിറ്റി അത് ബാധിക്കുകയും സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലേക്ക് നമ്മുടെ രാജ്യം പോകും. അപ്പോൾ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അവർ സമ്പാദിക്കുന്ന പണം മുഴുവൻ സാധനങ്ങൾ വാങ്ങിച്ച് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം. ഇന്ന് തന്നെ വരുന്ന പോളിസിയിൽ ഒരുപക്ഷെ അത്തരം ഒരു മാറ്റത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എന്നും പരിശോധിച്ചിട്ടാണ് RBI പോളിസീസ് ഡിക്ലെയർ ചെയ്യുന്നത്. ടു എസ്റ്റാബ്ലിഷ് മോണിറ്ററി റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ് ഓഫ് ദി വേൾഡ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ രാജ്യത്ത് ഉള്ള സെൻട്രൽ ബാങ്കാണ് മറ്റ് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുമായിട്ടും മറ്റ് രാജ്യങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടും ഒക്കെയുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പം നമ്മുടെ രാജ്യത്തിന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റു രാജ്യത്ത് വിദേശ വായ്പകൾ സ്വീകരിക്കണമെങ്കിൽ ഒരു രാജ്യത്തെ ഗവൺമെന്റുകൾക്ക് തമ്മിൽ അത് ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റുകൾ പകരം സെൻട്രൽ ബാങ്കുകൾ വഴിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലെ അപ്പോൾ വായ്പ കൊടുക്കുന്നതായിട്ടുള്ള ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB പോലുള്ള ബാങ്കുകൾ, ബ്രിക്സ് ബാങ്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് ബാങ്ക് ഉണ്ട്, അതോടൊപ്പം IMF ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് RBIയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആവശ്യമായ അസിസ്റ്റൻസുകൾ സ്വീകരിക്കുകയും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകൾക്ക് അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടെ ഈ സെൻട്രൽ ബാങ്കുകൾക്കുണ്ട് എന്ന് പറയാം. ഈ RBIയുടെ ചില ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് പരിചയപ്പെടാം. ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം കറൻസി ഇഷ്യൂയുമായി ബന്ധപ്പെട്ടാണ്. ഒരു രാജ്യത്തിന്റെ കറൻസി റിക്വയർമെന്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കി ആവശ്യത്തിന് പണം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിന് ധാരാളം പ്രോസസ്സുകൾ ഇൻവോൾവ് ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള തുക നമുക്ക് പ്രിന്റ് ചെയ്ത് ഇറക്കാനായിട്ടുള്ള സംവിധാനമില്ല. അതിന് പകരം നമുക്ക് അതിനൊരു റിസർവ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ രാജ്യത്ത് കറൻസി നമ്മൾ ഇറക്കണമെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള അസറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ടാവണം. അത് ഗോൾഡിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കറൻസികളുടെ രൂപത്തിലോ മറ്റ് അസറ്റുകളായിട്ടോ ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറൻസി ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം അത്തരം ഇഷ്യൂ കാര്യങ്ങൾ നോക്കുന്നതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് RBIക്ക് ഉണ്ട്. ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിന്റെ കൺട്രോളും റെഗുലേഷൻസും ഒക്കെ ചെയ്യുന്ന നോർമൽ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കറൻസി മാനേജ്മെന്റ് ഉണ്ട്. അവര് ആണ് ഫോർകാസ്റ്റിംഗ് ലോങ് ടേം കറൻസി റിക്വയർമെന്റ്സ്. അപ്പോൾ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ കറൻസി റിക്വയർമെന്റ് എത്രയായിരിക്കും എന്ന് പഠിക്കുകയും അതിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എക്സ്പെൻഡിച്ചർ ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ വളരെ എക്സ്പെൻസീവായ കാര്യമാണ്. ഇഷ്യൂ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ. ഒരു കറൻസി ഇഷ്യൂ ചെയ്യണമെങ്കിലും പ്രത്യേകിച്ച് കോയിൻസ് ആർ മോർ എക്സ്പെൻസീവ്. അത്തരം കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന അത്തരം എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ്, മെയിൻ്റനൻസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഇഷ്യൂ ആൻഡ് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. കമ്പൈൽസ് വീക്ക്ലി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ആനുവൽ P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൾസോ പ്രിപ്പയർഡ്. അപ്പോൾ RBI ബന്ധപ്പെട്ട ഒരുവിധം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന, സൂപ്പർവിഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, കൺട്രോൾ ഫോറിൻ എക്സ്ചേഞ്ച്, മെയിൻ്റനൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, അതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത്. പ്രത്യേകിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ കറൻസികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി അത് ഉറപ്പുവരുത്തുക എന്നുള്ളതായ ഉദ്ദേശമാണ്. ഇപ്പോൾ ഡോളറുമായിട്ടുള്ള റേറ്റിലോ പൗണ്ടിലോ യൂറോയിലോ അല്ലെങ്കിൽ കുവൈറ്റ് ദിനാറിലോ ഒക്കെയുള്ള എക്സ്ചേഞ്ച് റേറ്റുകൾ പരമാവധി സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്, കൺട്രോൾസ്, റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസസ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം രാജ്യത്തെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ദേ ഇഷ്യൂ ന്യൂ ലൈസൻസസ്, പുതിയ ബാങ്കുകൾ തുടങ്ങുന്നതിനുള്ള ലൈസൻസ് കൊടുക്കുന്നു. ന്യൂ ബാങ്ക്സ്, പുതിയ ബാങ്കുകൾക്ക്
മാത്രമല്ല ന്യൂ ബ്രാഞ്ചസ് ഓൾസോ, പുതിയ ബ്രാഞ്ചുകൾക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസ്. നമുക്ക് ബാങ്ക് ഉണ്ട് എന്നതുകൊണ്ട് ഒരു ബ്രാഞ്ച് തുടങ്ങാൻ സാധിക്കണമെന്നില്ല. എന്നാൽ പുതിയൊരു സ്ഥലത്ത് ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ബാങ്കിങ് പോപ്പുലേഷൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം പുതിയ ലൈസൻസ് ബ്രാഞ്ചുകൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതോടൊപ്പം തന്നെ അഡ്വൈസ് ഗവൺമെന്റ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഗവൺമെന്റിന്റെ സാമ്പത്തിക ഒരു അഡ്വൈസറായിട്ടും കൂടെ ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലേറ്ററി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗവൺമെന്റിനെ ധരിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതിനു വേണ്ടിയിട്ട് റീഫിനാൻസിങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇത് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബാർഡ് എന്ന് പറയുന്ന ഒരു അപെക്സ് ബാങ്കിലേക്ക് അത് മാറിയെങ്കിലും ഇപ്പോഴും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻസ് ആൻഡ് ലീഡ് ബാങ്ക് സ്കീംസ്, ലീഡ് ബാങ്കുകളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത്. നോൺ ബാങ്കിങ് കമ്പനീസ്, NBFCസിനെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളിവിടെ കാണുന്ന മുത്തൂറ്റ്, മണപ്പുറം ഇങ്ങനെയുള്ളതായ ബാങ്കുകളാണ് NBFCs എന്ന് പറയുന്നത്. അത്തരം ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നിയമപരമായ കാര്യങ്ങൾ ധാരാളമായിട്ടുള്ളതുണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് ലീഗൽ ആക്ഷൻസ് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബാങ്കുകളൊക്കെ പ്രത്യേകിച്ച് നിയമം വിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇൻസ്പെക്ഷൻ, അത് ചിലപ്പോൾ ഇൻസ്പെക്ഷൻ പല രീതിയിലാണ്, നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡെയിലി ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഉണ്ടാവാം, പ്രത്യേകിച്ച് ഒരു ലിമിറ്റഡ് എമൗണ്ടിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തി ട്രാൻസാക്ഷൻസ് നടത്തി കഴിയുമ്പോൾ അത്തരം ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ബാങ്കിന്റെ പ്രൊവിഷൻസ് ലീഗാലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി ആയിട്ടും ഉണ്ടാവാം, റുട്ടീനായിട്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ ഇയർലി ആയിട്ടും ഉണ്ടാവാം. പല രീതിയിലുള്ള ഇൻസ്പെക്ഷൻസ് RBI ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ RBIയുടെ സൈറ്റിൽ പോയാൽ അവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ നമ്പർ ഓഫ് ബാങ്കുകൾ, ബാങ്കിന്റെ ബ്രാഞ്ചുകൾ, അതിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ ATM ട്രാൻസാക്ഷൻസ്, അങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ട ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് RBIയുടെ ഡാറ്റാബേസിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. അതുമാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ച എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി വീക്കായിട്ടാണ് RBI ഇന്ത്യയിൽ ആചരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസർച്ച് വർക്കുകൾ എത്രത്തോളം, ഏതൊക്കെ കാര്യങ്ങളാണ് ആളുകൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യും, അത് ആളുകളെ ബോധവൽക്കരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ, അത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അവരുടെ HR ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. RBI സർവീസ് ബോർഡ്, RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നും ഒബ്ജക്റ്റീവ് എന്താണെന്നും അതുപോലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്താണ് എന്നും പരിചയപ്പെട്ടു. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, RBI ഗവർണർ ആരാണ് എന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടണും ഓളും എനേബിൾ ചെയ്യുകയും ചെയ്യുക. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് EasyLearn 360.